ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലെ ലിനക്സ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഫേമസുമായിട്ടുള്ള ഒരു ഫയൽ എഡിറ്റർ, അതായത് VI എന്ന് പറയുന്ന ഒരു ഫയൽ എഡിറ്ററിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കി മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ആ സെഷൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് VI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി മനസ്സിലാക്കാം. ആദ്യം VI എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ളതുമായ ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ലിനക്സിൻ്റെ മിക്കവാറുമുള്ള ലിനക്സ് ഫാമിലിയിലുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിലും ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് VI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഈ സീരീസ് തുടങ്ങിയ സമയത്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിനക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് എ ഫയലാണ്. എല്ലാം ഒരു ഫയലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നുകിൽ ഫയൽ അല്ലെങ്കിൽ പ്രോസസ്സ് ആയിരിക്കും. അത് ഇതിന് ആദ്യ സമയത്തുള്ള സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് ഒരു ഫയൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ലിനക്സിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ എല്ലാം തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഫേമസും ബൈ ഡിഫോൾട്ട് മിക്കവാറുമുള്ള ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലെല്ലാം അവൈലബിളുമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് VI എന്ന് പറയുന്നത്. ഇപ്പോൾ VIയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ VI ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതൊരു പ്ലാറ്റ്ഫോം എടുത്താലും അതുപോലെ ലിനക്സിന് തന്നെ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എടുത്താലും എല്ലാത്തിലും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും നമുക്ക് VI. അപ്പോൾ അത് കാരണം നമ്മളിപ്പം ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉബുണ്ടുവിൽ നമ്മൾ VI എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഡ് ഹാറ്റിലൊരു VI ഇൻസ്റ്റാളേഷനിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം കമാൻഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെയും സെയിം ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ VIക്ക് കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പല വെർഷൻസും പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒന്നാണ് വിം എന്ന് പറയുന്നത്, അതായത് VI ഇമ്പ്രൂവ്ഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നിങ്ങളിപ്പം ബൈ ഡിഫോൾട്ട് വരുന്ന പുതിയ വെർഷൻസ് എല്ലാം തന്നെ നിങ്ങൾ VI ആണ് കമാൻഡ് ലൈനിൽ യൂസ് ചെയ്യുന്നതെങ്കിലും അത് വിം ആയിരിക്കും മിക്കവാറും. VIയുടെ ഇമ്പ്രൂവ്ഡ് വെർഷനായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകണ്ട. നിങ്ങൾ VIയുടെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്ഡ് വെർഷനാണ് VIM എന്ന് പറയുന്നത്. ഇപ്പോൾ VI എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ഓപ്പറേഷൻ മോഡ്സ്, പല ഓപ്പറേഷൻ മോഡ്സ് ഉണ്ട് അതിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻ മോഡ്സ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ 2 ഓപ്പറേഷൻ മോഡ്സാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒന്ന് കമാൻഡ് മോഡും 2 ഇൻസെർട്ട് മോഡും. ഇപ്പോൾ കമാൻഡ് മോഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ VI എഡിറ്റർ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് അത് റണ്ണായി വരുന്നത് സ്റ്റാർട്ടാകുന്നത് കമാൻഡ് മോഡിലായിരിക്കും. അപ്പോൾ ഈ മോഡിൽ കമാൻഡ് മോഡിലാണ് നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കണ്ടൻസ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് പിന്നീട് സേവ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കമാൻഡ് മോഡിൽ നിന്നിട്ടാണ്. ഇപ്പോൾ കമാൻഡ് മോഡിൽ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കൊരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം, പിന്നീട് ഏതെങ്കിലും സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കേഴ്സർ മൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം വേറെ ഏതെങ്കിലുമൊക്കെ ലൈൻസിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻസിൽ. അതുപോലെ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സാധാരണ നിങ്ങളിപ്പം മൈക്രോസോഫ്റ്റിൻ്റെ വേർഡിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ കമാൻഡ് മോഡിൽ എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ കമാൻഡ്സ് ഇതിന് പാസ് ചെയ്യും. ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പർട്ടിക്കുലർ കമാൻഡ്സ് ഉണ്ട്. ഒരുപാട് നൂറുകണക്കിന് കമാൻഡ്സ് ഉണ്ട് ഇതിൽ VIയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ചെയ്തു തുടങ്ങുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കമാൻഡ്സ് നമുക്ക് കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് ഇതിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കമാൻഡ്സ് ഇതിൽ കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ ഒരു ലെറ്റർ തന്നെ ഇപ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ എയും സ്മോൾ എയും രണ്ട് ഫങ്ഷൻസ് ആയിരിക്കും VIയിൽ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കമാൻഡ് മോഡിൻ്റെ ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് മോഡ് വന്നിട്ട് ഇൻസെർട്ട് മോഡാണ്. ഇപ്പോൾ ഇൻസെർട്ട് മോഡിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്കതിൽ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസെർട്ട് മോഡിലോട്ട് മാറിയിട്ടാണ് നമ്മളതിൽ എൻ്റർ ചെയ്യുന്നത്. നമുക്കത് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കമാൻഡ് മോഡ് ബൈ ഡിഫോൾട്ട് നമ്മൾ പറഞ്ഞു ഇത് VI സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമാൻഡ് മോഡിലായിരിക്കും നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കീബോർഡിൽ I എന്ന് പറയുന്നൊരു ലെറ്ററാണ് പ്രസ് ചെയ്യേണ്ടത്. ജസ്റ്റ് സിംപ്ലി നമ്മൾ കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസെർട്ട് മോഡിലേക്ക് ചേഞ്ച് ആവും.
അപ്പോൾ ഇൻസെർട്ട് മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം തിരിച്ച് കമാൻഡ് മോഡിലോട്ട് തിരിച്ച് റിട്ടേൺ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എസ്കേപ്പ് കീ ആണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡിൽ നിന്നുകൊണ്ട്. ഇപ്പം നമുക്ക് കറൻ്റ്ലി നമ്മൾ നിൽക്കുന്നത് ഇൻസെർട്ട് മോഡിലാണോ കമാൻഡ് മോഡിലാണോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം എസ്കേപ്പ് കീ നമുക്ക് അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരുന്നാലും കമാൻഡ് മോഡിലോട്ട് ചേഞ്ചായി വരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കേസിലാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ, അതായത് കമാൻഡ് മോഡിലാണോ ഇൻസെർട്ട് മോഡിലാണോ നമ്മുടെ VA എഡിറ്റർ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം പെട്ടെന്ന് എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചത് കമാൻഡ് മോഡിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും അതിൻ്റെ മോഡ്. ഇനി നമുക്ക് എങ്ങനെയാണ് VA എന്ന് പറഞ്ഞ എഡിറ്റർ യൂസ് ചെയ്ത് തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കി തുടങ്ങാം, മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് VA എഡിറ്റർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു ലിനക്സിൻ്റെ സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ പഠിക്കുന്നത് ഉബുണ്ടു ആണ് നമ്മൾ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഡെസ്ക്ടോപ്പ് ഉള്ള ഒരു ഗ്രാഫിക്കൽ ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻ്റ് ഉള്ള ഒരു എഡിഷനാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് അതിലാണ് നമ്മളിപ്പം ട്യൂട്ടോറിയൽസ് എല്ലാം പഠിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലിനക്സിൻ്റെ ആക്ച്വൽ പവർ വരുന്നത് നമുക്കത് കമാൻഡ് ലൈനിൽ നമ്മളത് വർക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങുമ്പോഴാണ്. ഇതുപോലെ കമാൻഡ്സ് എല്ലാം കൊടുത്ത് സാധാരണ ഡെസ്ക്ടോപ്പ് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കമാൻഡ് ലൈൻസിൽ ചെയ്യേണ്ടതായിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് ലിനക്സിൻ്റെ ആക്ച്വൽ പവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം സെർവർ സൈഡിലെല്ലാം പോയി കഴിയുമ്പോൾ അതിനൊന്നും ഗ്രാഫിക്കൽ എഡിഷൻസ് കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മളത് കമാൻഡ് ലൈൻസിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ പിന്നീട് സെർവേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫിക്കൽ മോഡ് ഇല്ലാത്ത നമുക്ക് കമാൻഡ് ലൈനിൽ നിന്ന് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലാണ് ഇതുപോലുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് വരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് VA പോലുള്ള ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ സെർവർ എഡിഷൻസിലൊക്കെ വരുമ്പോൾ നമുക്കിപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ വെറുതെ ഒരു ടെക്സ്റ്റ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓപ്പണായി വരാൻ അവിടെ ഒരു ഗ്രാഫിക്കൽ ഡെസ്ക്ടോപ്പ് ഉണ്ടായിരിക്കില്ല, ഒരു GUI അവിടെ അവൈലബിൾ ആയിരിക്കില്ല. GUI അവൈലബിൾ ആയിരിക്കുന്ന കേസിൽ GUI ബേസ്ഡ് ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ ഉണ്ടെങ്കിൽ വെറുതെ നമുക്കൊരു മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പണായി വരും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററിൽ. പക്ഷേ ഒരു കമാൻഡ് ലൈനിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്ന കേസിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമുക്ക് VA പോലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എഡിറ്റർ നമുക്ക് പഠിച്ചിരിക്കേണ്ട ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് VA എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. VA സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം നമ്മുടെ ടെർമിനൽ എടുക്കുക. നമുക്കിപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കമാൻഡ് ലൈൻ എടുക്കുക. കമാൻഡ് ലൈനിൽ നിന്നുകൊണ്ട് സിൻറ്റാക്സ് വന്നിട്ട് VI എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 രീതിയിൽ VI നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയലിനെ VI ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് അതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് VI എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഡിറ്റർ തന്നെ യൂസ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ VI എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ പുതിയൊരു ഫയൽ നെയിം ഇല്ലാത്തൊരു ഫയൽ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ ഇല്ലാത്തൊരു ഫയൽ നെയിമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പുതുതായിട്ടൊരു ഫയൽ ഓപ്പൺ ആയിട്ട് പിന്നീട് നമുക്ക് ആ പേരിൽ തന്നെ നമുക്കത് സേവ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. അതായത് VI ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ്. ഇപ്പോൾ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഒരു ഫയൽ എനിക്കില്ലാത്തൊരു ഫയലാണ്, നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇങ്ങനെ കൊടുക്കാം, VI എന്ന് കൊടുത്തിട്ട് സ്പേസ് ഒരു പുതിയൊരു ഫയൽ നെയിം കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഫയലാണ് നമ്മൾ VI എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഫയൽ നമുക്ക് ഓപ്പണായി കിട്ടും എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു ഫയലാണെങ്കിൽ പുതിയൊരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആദ്യം VI ഓപ്പൺസ് ഇൻ കമാൻഡ് മോഡാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് മോഡിലായിരിക്കും ആ VI ഓപ്പണായി വരുന്നത്. ഇപ്പം VI സ്പേസ് ഒരു ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ VI ഇങ്ങനെ ഒരു എഡിറ്റർ മോഡിൽ അത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രീനായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കമാൻഡ് മോഡിലായിരിക്കും ബൈ ഡിഫോൾട്ട് അത് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ഒന്നും അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇത് കമാൻഡ്സ് അങ്ങോട്ട് കൊടുക്കുന്നതിനുള്ളൊരു മോഡാണ് ഈ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മോഡിലോട്ട് മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ഇതിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇൻസെർട്ട് മോഡിലോട്ട് മാറണം. ടെക്സ്റ്റ് മോഡിലല്ല, ഇൻസെർട്ട് മോഡിലോട്ടാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ഇതിന് താഴെ കാണുന്നത് ഇവിടെ നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ കൊടുത്ത ഫയൽ ഏതാണോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തത് ഏതാണോ ആ ഒരു പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഇപ്പം ന്യൂ ഫയൽ ആയതുകൊണ്ടാണ് ഇവിടെ ന്യൂ ഫയൽ എന്ന് ബ്രാക്കറ്റിലിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടു മൂവ് ടു ദ ഇൻസെർട്ട് മോഡ് പ്രസ് I.
ഇപ്പോൾ കീബോർഡിലുള്ള ഐ എന്ന് പറഞ്ഞൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഇൻസെർട്ട് മോഡിലോട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് അതിലുള്ള ആവശ്യമുള്ള ടെക്സ്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുള്ള നമുക്ക് രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. സെക്കൻഡ് ലൈനിലോട്ട് പോകുന്നതിന് സാധാരണ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈൻസിലോട്ട് പോകും നമുക്ക്. അപ്പോൾ ഇൻസെർട്ട് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം തിരിച്ച് നമുക്ക് കമാൻഡ് മോഡിലോട്ട് പോകുന്നതിന് നമുക്ക് എസ്കേപ്പ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മറക്കാതിരിക്കുക, എസ്കേപ്പ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഇൻസെർട്ട് മോഡിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ള ടെക്സ്റ്റെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം തിരിച്ച് കമാൻഡ് മോഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എസ്കേപ്പ് കീ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുക കീബോർഡിൽ. ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പം ചെയ്ത കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. You can save and quit the VA editor from the command mode. Before writing save or quit command, you have to press the colon key. ഇത് നിങ്ങൾ ഓർത്തോളുക. അതായത് നമ്മൾ ഇൻസെർട്ട് മോഡിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത ശേഷം തിരിച്ച് കമാൻഡ് മോഡിലോട്ട് നമ്മൾ ആദ്യം പോകണം ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ കീബോർഡിലുള്ള കോളൻ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കീബോർഡിലുണ്ട്. അത് നിങ്ങൾ ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഷിഫ്റ്റിൻ്റെ ഫംഗ്ഷനായിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ സെമി കോളൻ ആയിരിക്കും കിട്ടുക. സെമി കോളനും ഒരു കീയിലാണ് വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളൻ കിട്ടും. അപ്പം അങ്ങനെ കോളൻ കിട്ടിയ ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള കമാൻഡ് ഇപ്പം സേവ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള കമാൻഡ് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. അതായത് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എൻഷുർ ദാറ്റ് യു ആർ ഇൻ ദ കമാൻഡ് മോഡ്. അപ്പം ഫസ്റ്റ് കമാൻഡ് മോഡിലാണെന്ന് എൻഷുർ ചെയ്യുക. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസെർട്ട് മോഡിൽ നിന്ന് തിരിച്ച് എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് മോഡിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കോളൻ ഇടുക. കോളൻ നമ്മൾ കൊടുക്കുക. കോളൻ കൊടുത്ത ശേഷം റൈറ്റ് ചെയ്യുക. W എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സേവിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ റൈറ്റ് എന്നാണ് പറയുന്നത്. സേവ് ചെയ്യാൻ, ഈ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് W റൈറ്റ് ചെയ്യുക. അതായത് ഫയൽ ഡിസ്കിലോട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സേവ് ചെയ്ത ശേഷം പിന്നീട് Q എന്നുള്ളത് കൊടുക്കുന്നത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Q എന്ന് കൊടുക്കുന്നത് ആ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കോളഞ്ഞിട്ട ശേഷം WQ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്ത്, അതായത് ഈ ഫയൽ സേവ് ചെയ്ത ശേഷം ഈ എഡിറ്ററിൽ നിന്നും ക്വിറ്റ് ചെയ്ത് തിരിച്ച് ബാക്കിലെ പ്രോംപ്റ്റിലോട്ട് പോകും. ഇനി നമുക്ക് സേവ് ചെയ്യാതെ ക്വിറ്റ് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ നമുക്ക് W ഇവിടെ നിന്നങ്ങ് ഒഴിവാക്കാം. വെറുതെ കോളഞ്ഞിട്ട ശേഷം നമുക്ക് Q മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ റൈറ്റ് ചെയ്യാതെ ക്വിറ്റ് ചെയ്ത് പോകും ഈ എഡിറ്ററിൽ നിന്നുകൊണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ടുള്ള കണ്ടൻസ് ഇതിൽ ടൈപ്പ് ചെയ്ത ശേഷമാണ് വെറുതെ ക്വിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരു വാണിംഗ് കാണിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേറെ ഓപ്ഷനുണ്ട്. നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ട് മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ലാബ് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പം മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള കുറച്ച് കമാൻഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഈ എഡിറ്ററിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇപ്പോൾ WQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവും ക്വിറ്റും കൂടെ ചെയ്യാനുള്ളതാണ്. W എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സേവ് മാത്രം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് എഡിറ്റർ, ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് സിമിലറായിട്ട് ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സേവ് ചെയ്യണമെങ്കിൽ കമാൻഡ് മോഡിലോട്ട് പോവുക, പിന്നീട് കോളൻ കൊടുക്കുക, അത് കഴിഞ്ഞ് W മാത്രം കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സേവ് ആയി കിട്ടും നമ്മൾ അത്രയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി സേവ് ആസ് കൊടുത്ത് വേറൊരു ഫയൽ നെയിം സേവ് ചെയ്യണമെങ്കിൽ കോളൻ കൊടുക്കുക, W ഇടുക, പുതിയ ഒരു ഫയൽ നെയിമിൻ്റെ പേര് കൊടുക്കുക. ഇത് നമ്മൾ പറഞ്ഞു. വെറുതെ Q മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ക്വിറ്റ് മാത്രമായിട്ട് ചെയ്യും. അതുപോലെ ക്യാപിറ്റൽ Z 2 തവണ കൊടുത്താലും സേവ് ആൻഡ് ക്വിറ്റ് ഇവിടെ സംഭവിക്കും. ഇനി നമുക്കിതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് ഇപ്പം നമ്മളൊരു ആ ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് നമ്മൾ ഇൻസെർട്ട് മോഡിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കത് ചേഞ്ച് ആവാതെ നമുക്ക് ക്വിറ്റ് ചെയ്ത് ഇറങ്ങണം. അത് ചേഞ്ച് ചെയ്യേണ്ട, നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷമാണ് ഓർത്തത് നമുക്ക് ആ ഫയൽ സേവ് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമാൻഡ് മോഡിലോട്ട് പോവുക, അത് കഴിഞ്ഞ് കോളൻ കൊടുക്കുക, സ്മോൾ ലെറ്റർ Q കൊടുക്കുക, അത് കഴിഞ്ഞൊരു എക്സ്ക്ലമേഷൻ സിമ്പലും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും പുതുതായിട്ട് ചേഞ്ചസ് വരുത്തി കണ്ടൻസ് ഉള്ള ഒരു ഫയലിൽ നിന്ന് സേവ് ചെയ്യാതെ, അതായത് ആ ചേഞ്ചസ് ഡിസ്കാർഡ് ചെയ്തിട്ട് ക്വിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേഷൻ മാർക്ക് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സേവ് ആൻഡ് റൈറ്റ് ടു നോൺ റൈറ്റബിൾ ഫയൽ. ഒരു നോൺ റൈറ്റബിൾ ആയിട്ടുള്ളൊരു ഫയലിലോട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാണിംഗ് ഇല്ലാതെ നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൈറ്റ് കൊടുത്തിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പം നമ്മൾ കണ്ടത് വെച്ചിട്ട് ഉള്ള കുറച്ച് കമാൻഡ്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ലാബ് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും.
ഇപ്പോൾ നമുക്ക് വി ഐ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വി ഐ എന്ന് പറഞ്ഞൊരു എഡിറ്റർ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് വി ഐ എന്ന് പറഞ്ഞ് കൊടുക്കുക. വി ഐ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീഡ്മി ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ എൻ്റെ ടെക്സ്റ്റ് ഫയൽ ഡെസ്ക്ടോപ്പിലുണ്ട്. അപ്പം നമുക്ക് വെറുതെ അതൊന്ന് മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം ഗ്രാഫിക്കൽ എഡിഷനുള്ള ഡെസ്ക്ടോപ്പ് എഡിഷൻ ആയതുകൊണ്ട് അത് GUI എഡിറ്ററിൽ തന്നെ അത് ഓപ്പണായി വരും ഡിഫോൾട്ടായിട്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2 ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ഇതിനകത്ത്. ദിസ് ഇസ് എ ടെസ്റ്റ് ഫയൽ എന്ന്, ദിസ് ഇസ് എ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ഫയൽ ഒന്ന് വി ഐ എഡിറ്റർ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഐ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, വി ഐ കൊടുത്തിട്ട് നമുക്ക് ആ ഫയൽ നെയിം നമുക്കിവിടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ അത് വി ഐ എഡിറ്ററിൽ ഇപ്പം ഓപ്പണായി വന്നിരിക്കുകയാണ്. ആ ഫയലിൻ്റെ പേര് ഇവിടെ താഴെ കാണിക്കും. എത്ര ലൈൻസ് ഉണ്ടെന്നും എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള കൗണ്ടെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയൽ നമ്മൾ വി ഐ എഡിറ്റർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ചത് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ഒരു എസ്കേപ്പ് കീ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി കമാൻഡ് മോഡിലാണ്. അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുക്കുക. ഷിഫ്റ്റ് പിടിച്ചിട്ട് ആ സെമി കോളനുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കോളൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ക്യൂ കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അത് ക്വിറ്റായി കിട്ടും എഡിറ്റിൽ നിന്നുകൊണ്ട്. ഇനി നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലല്ല, നമുക്കൊരു പുതിയൊരു ഫയൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വി ഐ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയൽ പേര് കൊടുത്തു. അപ്പോൾ അങ്ങനൊരു ഫയൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനൊരു ഫയൽ ഇവിടെ ഇല്ല. അപ്പോൾ പുതുതായിട്ട് ഞാൻ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയും കൂടെയാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുകയും കൂടെയാണ് ഞാനിങ്ങനെ വി ഐ ആ ഒരു ഫയൽ പുതിയൊരു ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇത് കമാൻഡ് മോഡിലാണ് നിൽക്കുന്നത്. താഴെ നമ്മുടെ ആ പുതിയ ഫയലിൻ്റെ പേര് കാണിക്കുന്നു, ന്യൂ ഫയൽ എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കമാൻഡ് മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒന്നും നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇൻസെർട്ട് മോഡിലോട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഐ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ ഞാൻ പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇൻസെർട്ട് മോഡിലോട്ട് മാറി. പക്ഷേ പ്രത്യേകിച്ചൊന്നും അവിടെ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇൻസെർട്ട് മോഡിലോട്ട് മാറി. ഇപ്പോൾ വി ഐയുടെ കേസ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇൻസെർട്ട് മോഡിലോട്ട് മാറി. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? വെറുതെ ടൈപ്പ് ചെയ്ത് അവിടെ വരും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. വെൽക്കം ടു ടെക് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ പോകുന്നതിന് എൻ്റർ കീ പ്രസ് ചെയ്താൽ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. എൻ്റർ കീ പ്രസ് ചെയ്താൽ ഞാനിപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പിന്നീട് കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആക്കണ്ട. എ എന്നൊക്കെ അവിടെ കണ്ടത് എന്താണെന്ന്. ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. ഇനി വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് ദിസ് ഈസ്, വീണ്ടും നമുക്ക് ഐ പ്രസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇൻസെർട്ട് മോഡിൽ നിന്ന് മാറുകയാണെങ്കിൽ വീണ്ടും ഐ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് അനദർ ലൈൻ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന ഇതിൽ കമാൻഡ്സ് നമ്മൾ കറക്റ്റ് ഒരുപാട് കമാൻഡ്സ്, ഓരോ കീസും ഓരോ കമാൻഡ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളത് അറിയാതെ എന്തെങ്കിലുമൊക്കെ കീസ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെ കമാൻഡ്സ് ഒക്കെ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഇൻസെർട്ട് മോഡിലാണ് നിൽക്കുന്നത്. അപ്പം ഇനി ഇത് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സെമി കോളൻ അവിടെ കൊണ്ടുവരിക. ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് W അടിക്കുക, അതായത് റൈറ്റ്. അതാണ് നമ്മൾ സേവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. വെറുതെ സേവ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് W അടിച്ചിട്ട് വെറുതെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും അത് സേവായി. ഇത്രയും ഫയൽ നമുക്കത് സേവായി കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വീണ്ടും ഇൻസെർട്ട് മോഡിൽ പോവുക. ദിസ് ഈസ് അനദർ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിൽ എൻ്റർ ചെയ്തു. വീണ്ടും അത് ഒന്നുകൂടെ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ എസ്കേപ്പ് കീ അടിച്ചു. അത് കഴിഞ്ഞിട്ട് കോളൻ ഇട്ടു, വീണ്ടും എൻ്റർ ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മളിതിൽ എൻ്റർ ചെയ്യാനുള്ളതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ട് സേവ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ എസ്കേപ്പ് കീ അടിച്ചു, ഷിഫ്റ്റ് പിടിച്ചിട്ട് കോളൻ ഇട്ടു. അപ്പോൾ ആ കോളൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ സമയത്തും കോളൻ ഇട്ടു. അത് കഴിഞ്ഞ് എനിക്ക് റൈറ്റും ചെയ്യണം, ക്വിറ്റും ചെയ്യണം. അപ്പോൾ ഞാൻ സ്മോൾ ലെറ്റർ ക്യൂ കിട്ടും. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യാണ്. കണ്ടില്ലേ? അപ്പോൾ റൈറ്റും ചെയ്തു, ക്വിറ്റും ചെയ്തു. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൈ ഡിഫോൾട്ട് നമ്മുടെ GUI ഡെസ്ക്ടോപ്പ് എഡിഷനിലുള്ള ഒരു ഗ്രാഫിക്കൽ എഡിറ്ററിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം. ഈ ഒരു ഫയൽ ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഞാൻ വെറുതെ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കുകയാണ്. കണ്ടില്ലേ? നമ്മളിപ്പോൾ VI ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ VI ആ ഫയൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ന്യൂ ഫയൽ ഡോട്ട് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇൻസെർട്ട് മോഡിലോട്ട് പോയി. 1 സെക്കൻഡ്. ഇൻസെർട്ട് മോഡിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഞാൻ അവിടെ എൻ്റർ ചെയ്തു. ഇനി ഞാൻ കമാൻഡ് മോഡിലോട്ട് വീണ്ടും പോവുകയാണ്. എസ്കേപ്പ് കീ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് കോളൻ ഇട്ടു. ഞാനിവിടെ ക്യൂ, ഇനി എനിക്കിത് സേവ് ചെയ്യാതെ ഞാൻ ക്യൂ മാത്രം അടിച്ച് ക്വിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുത്തു. കണ്ടില്ലേ? നോ റൈറ്റ് സിൻസ് ലാസ്റ്റ് ചേഞ്ച്.
അതായത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് വെറുതെ ക്യൂ അടിച്ച് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് ആ ഫയലിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാം. ഓവർ റൈഡ് ചെയ്യുന്നതിന് എക്സ്ക്ലമേഷനും കൂടെ വിട്ടു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എസ്കേപ്പ് അടിച്ചു, ക്യൂ അടിച്ചിട്ട് എനിക്കിത് ഇപ്പം ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ലാസ്റ്റ് എൻ്റർ ചെയ്ത ലൈൻ എനിക്ക് സേവ് ചെയ്യേണ്ട, സേവ് ചെയ്യാതെ എനിക്ക് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്യൂ അടിച്ചിട്ട് ഞാനിവിടെ എക്സ്ക്ലമേഷൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ലൈൻ അവിടെ സേവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് പിന്നെ സേവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ, സേവ് ചെയ്യാതെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ സ്മോൾ ലെറ്റർ ക്യൂ അടിച്ചിട്ട് നമുക്ക് എക്സ്ക്ലമേഷൻ ഇട്ടിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആവും, സേവ് ആവാതെ തന്നെ. ഇനി റൈറ്റ് ചെയ്തിട്ടാണ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂ അടിച്ചിട്ട് എൻ്റർ ചെയ്താൽ മതി, കമാൻഡ് മോഡിൽ പോയി കോളൻ ഇട്ടിട്ട്. അപ്പോൾ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. അതായത് ഒരു VA എഡിറ്റർ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നും അതിലെ ലൈൻസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് എങ്ങനെ സേവ് ചെയ്യാമെന്നും എക്സിറ്റ് ചെയ്യാമെന്നുള്ളത്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് അത്യാവശ്യം കമാൻഡ്സ്, കീബോർഡ് കോമ്പിനേഷൻസ്, നമുക്ക് കുറച്ച് കോമ്പിനേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് അത്യാവശ്യം കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാനിവിടെ ചെയ്തപ്പോൾ കണ്ടു കാണും, കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി വന്നു. കാരണം അറിയാതെ കീസ് പലതും പ്രസ്സായി പോയതുകൊണ്ടാണ് അങ്ങനത്തെ. അത് കാരണം ഓരോന്നും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് അതിൽ. അത് നിങ്ങൾ അതിൻ്റെ കമാൻഡ്സ് കുറച്ച് അത്യാവശ്യം പഠിച്ചാൽ മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് കമാൻഡ്സ് ഉണ്ട്, നമുക്ക് അതിൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് വർക്കിങ്ങിന് അത്യാവശ്യം പഠിച്ച് ചെയ്ത് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് ഞാൻ 1 by 1 നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും, കോംപ്ലിക്കേറ്റഡ് ആവും കുറച്ച് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് VAയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു സെഷനിൽ. അപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.